ഹലോ കൂട്ടുകാരെ, അപ്പോൾ ഇന്ന് ഞങ്ങൾ എത്തിയിരിക്കുന്നത് എവിടെയാണെന്നറിയോ? എവിടെയാണ് ഞാൻ എത്തിയിരിക്കുന്നത്? ഞങ്ങൾ ബി പാർക്കാണ്. നമ്മുടെ കൊല്ലം നെഹ്റു പാർക്കിൻ്റെ അടുത്തായിട്ടുള്ള ബി പാർക്കിലാണ് ഞങ്ങൾ ഇന്ന് എത്തിയിരിക്കുന്നത്. അടിപൊളിയാട്ടോ സെറ്റ്. ഞാൻ ഇങ്ങോട്ട് വന്നിട്ട് വർഷങ്ങളെന്ന് വെച്ചാൽ എനിക്ക് തന്നെ അറിയില്ല എത്ര വർഷമായെന്ന്. എൻ്റെ 18 വയസ്സുള്ളപ്പോഴോ ആ സമയത്ത് അങ്ങോട്ട് ഞാനിവിടെ വന്നിട്ടുള്ളത്. പിന്നെ ഞാൻ ഇങ്ങോട്ട് വന്നിട്ടില്ല. ട്രാവൽ ചെയ്യുമ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട്, പക്ഷെ ഇറങ്ങി കാണാനൊന്നും നിന്നിട്ടില്ല. ഇപ്പോൾ കുറേ നാളിന് ശേഷം ഇങ്ങോട്ട് വരുന്നത് ഞങ്ങൾ. പക്ഷെ വന്നു കണ്ടപ്പോൾ ഗെയിമിങ്ങും കാര്യങ്ങളും എല്ലാവർക്കും വന്ന് സെറ്റ് ചെയ്യാൻ പറ്റും. പിള്ളേരായിട്ട് അതിൻ്റെ ഫാമിലിയായിട്ട് വന്നിട്ട് എല്ലാം എൻജോയ് ചെയ്ത് പോകും. ഒരു ദിവസം വൈകുന്നേരം ഫുള്ള്, പിന്നെ വൈകിട്ടൊക്കെ രാത്രിയെല്ലാം 12 മണിക്കൊക്കെ ഇരിക്കാനൊക്കെ അടിപൊളി സ്ഥലം കേട്ടോ. അതുപോലെ വോളിബോൾ കളി എല്ലാം ഉണ്ട് പരിപാടി. എൻ്റർടൈൻമെൻറ്റിന് പറ്റിയ എല്ലാ സംഗതികളും ഉണ്ട്. സത്യത്തിൽ കൊല്ലത്ത് ഇങ്ങനൊരു സ്ഥലം ഉണ്ടെന്ന് അറിയുന്നത് ഞാൻ ഇപ്പോഴാട്ടോ. ഇതിൻ്റെ പല ചെസ്, ക്യാരം ബോർഡ്, ഷെഡിൽ അങ്ങനെ വോളിബോൾ എല്ലാം സെറ്റായത് അങ്ങോട്ട്. അങ്ങനെ നമ്മുടെ ഇതിൻ്റെ ബാക്കിൽ നമ്മളാണെങ്കിൽ ഇവിടുത്തെ ഓരോ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഇടുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ ഫുള്ള് എല്ലാവരും കാണണം, സ്കിപ്പ് അടിക്കാതെ എല്ലാവരും കാണണം കേട്ടോ. ഫുൾ വീഡിയോ വരുന്നത് ഇതിൻ്റെ ബാക്കിയുണ്ട് കേട്ടോ, എല്ലാവരും ഫുള്ള് കാണണം. അപ്പോൾ കൂട്ടുകാരെ, ഇവിടെ ഒരുപാട് വെറൈറ്റി ഗെയിമിംഗ് ഉണ്ട് കേട്ടോ. അതിലൊന്നാണ് തന്നെ ഈ കാണുന്ന ചെസ്സ്. ഇത് നമുക്ക് പൊക്കിയെടുത്ത് മാറ്റി വെച്ച് കളിക്കാവുന്ന രീതിയിലുള്ള ചെസ്സാണ്. ചെറിയ ചെസ്സും ഉണ്ട്, വലിയ ചെസ്സും ഉണ്ട്. വലിയ ചെസ്സാണ് ഇത് ഒരു 2-3 സെക്ഷൻ ഉണ്ട് കേട്ടോ ഇതിൻ്റെ. ഒന്ന് ഇവിടെ, ഒന്ന് അങ്ങേ അറ്റത്തുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ ഇരുന്ന് കളിക്കുന്നതൊക്കെ ചെറിയ ബോർഡ് ചെസ്സാണ്. ഇത് വലിയ ബോർഡ് ചെസ്സുകൾ. പിന്നെ ക്യാരംസ് ഉണ്ട്. അങ്ങനെ ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള ഗെയിംസ് ഉണ്ട്. അവിടെ വരുന്ന എല്ലാവർക്കും, ഇപ്പോൾ ഇവിടെ വരുന്ന പലരും പരിചയമുള്ളവരൊന്നും അല്ല, ഇവിടെ വന്നിട്ട് പരിചയപ്പെട്ട് ഇങ്ങനെ കളിക്കുന്നതാണ്. ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള ഗെയിമിംഗ് ഉണ്ട്. വലിയവർക്കാണെങ്കിലും കുട്ടികൾക്കാണെങ്കിലും അതുപോലെ തന്നെ വന്നിരുന്ന് ഇരിക്കാനും നമുക്ക് ഇത്തിരി നേരം സംസാരിക്കാനും സമാധാനത്തോടെ ഇരിക്കാനും ഒക്കെ പറ്റുകയാണ്. ഇത് ടൗണിൻ്റെ നടുക്കാണ്. ഇതിന് മേളിൽ കൂടെ പാലമുണ്ട്, അതുപോലെ തന്നെ ഹൈവേ റോഡാണ്. എല്ലാം ഉണ്ടെങ്കിലും ഒരു സമാധാനമുണ്ട് ഇവിടെ ഇരിക്കുമ്പോൾ. അങ്ങനെ വലിയ ഹെവി ആയിട്ടുള്ള നമുക്ക് സൗണ്ടും കാര്യങ്ങളൊന്നും അങ്ങനെ ഫീൽ ചെയ്യത്തില്ല. ഞങ്ങളിവിടെ വന്നവർക്ക് ഞങ്ങൾക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്തത്. കാരണം ഇത് കണ്ടില്ലേ, മേളിൽ കൂടെ പാലം പോകുന്നുണ്ട്, അടുത്ത് റെയിൽവേ ട്രാക്കാണ്, ട്രെയിൻ പോകുന്നുണ്ട്. നമ്മുടെ കൊല്ലം റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്തായിട്ടാണ് ഇത് വരുന്നത്, തൊട്ടടുത്താണ്. അതുപോലെ തന്നെ അതിൻ്റെ ഒരു സൈഡിൽ ഹൈവേ ആണ്. അപ്പോൾ നമ്മൾ വിചാരിക്കും ഇത് ഭയങ്കര സൗണ്ടായിരിക്കും, ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും, ഇവിടെ എങ്ങനെ ഇരുന്ന് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റും, ഇതൊക്കെ പറ്റുമോ എന്നൊക്കെ ചിന്തിക്കും. പക്ഷേ ഒരു ബുദ്ധിമുട്ടും ഇല്ല. നല്ല അടിപൊളി കാമായിട്ടുള്ളൊരു സ്ഥലമാണ്. പിന്നെ അതുപോലെ നമ്മൾ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ കണ്ടൊരു കാഴ്ചയാണ്, ഒരു ചേട്ടൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത് ഡാൻസ് കളിക്കുന്നത്. സത്യം പറഞ്ഞാൽ ഇവരെയൊക്കെയാണ് നമ്മൾ അഭിനന്ദിക്കേണ്ടത്. കാരണം അവർക്ക് നല്ല കഴിവും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടും സമൂഹത്തിന് മുൻപിൽ അത് പ്രകടിപ്പിക്കാൻ സാധിക്കാതെ പോയിട്ടുള്ള ആൾക്കാരാണ്. പക്ഷെ അവരുടെ ആ എൻജോയ്മെൻറ്റ്, അവരുടെ ആ ഹാപ്പിനെസ് അവരാണെങ്കിൽ നല്ല രീതിയിൽ കാണിക്കുന്നുണ്ട്. നമുക്കും അത് കാണുമ്പോൾ ഒരു വല്ലാത്തൊരു സന്തോഷമാണ്. സത്യം പറഞ്ഞാൽ ഞങ്ങളിത് എൻജോയ് ചെയ്തു കേട്ടോ. ചേട്ടൻ്റെ ഡാൻസും കാര്യങ്ങളൊക്കെ നല്ലോണം ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നു കഴിയുമ്പോഴത്തേക്ക് നമുക്ക് കാണാൻ പറ്റുന്നതാണ് താണ്ടെ, കണ്ടില്ലേ, ബാഡ്മിൻ്റനുണ്ട്, അതുപോലെ തന്നെ വോളിബോളുണ്ട്. പിന്നെ ഒരുപാടധികം കുട്ടികളുടെ വെറൈറ്റി ആയിട്ടുള്ള ഗെയിംസ് ഉണ്ട്. സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമായി. എൻ്റെ എത്രയോ കൊല്ലങ്ങൾക്ക് ശേഷമാണ് ഞാനിവിടെ വരുന്നത്. എനിക്ക് തോന്നുന്നൊരു 15-16 വയസ്സുള്ളപ്പോഴാണ് ഞാൻ ഇവിടെ വന്നിട്ടുള്ളത്. അന്ന് ഇവിടെ നമുക്ക് നെഹ്റു പാർക്ക് മാത്രമേ ഉള്ളൂ. ഇതിപ്പോൾ പുതുതായിട്ട് വന്നു. ഇത് എത്ര നാളായി വന്നിട്ട് എന്ന് എനിക്കറിയില്ല സത്യം പറഞ്ഞാൽ. പക്ഷേ ഇത് വന്നിട്ട് കുറച്ച് നാളെ ആയിട്ടുള്ളതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എനിക്കറിയില്ല കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ. ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ ഇതിന് തൊട്ടടുത്തുള്ള നെഹ്റു പാർക്കിൽ ഇരിക്കാൻ വേണ്ടിയിട്ടാണ്. അന്ന് അവിടെ കുറേ കളർ മീനുകളും കുറേ ചെടികളൊക്കെ ഉണ്ടായിരുന്നു. ലവ് ബേഡ്സിൻ്റെ ഫേവറേറ്റ് പ്ലേസ് ആയിരുന്നു അന്നത്തെ നെഹ്റു പാർക്ക് എന്ന് പറയുന്നത്. പക്ഷേ ഇപ്പം നെഹ്റു പാർക്കല്ല, ഇതാണ് കുറച്ചുകൂടെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന സ്ഥലം. ലൈറ്റ് സെറ്റിങ്സും കാര്യങ്ങളും ഗെയിംസും എല്ലാം കൂടെ. ഞാനും നാസിയും കൂടെ ഇങ്ങനെ എല്ലാ കാഴ്ചകളും കണ്ടിങ്ങനെ നടന്നുകൊണ്ടിരിക്കണം. കണ്ടില്ലേ, നെറ്റൊക്കെ കിട്ടി നമുക്ക് പുറത്തു നിന്ന് നടക്കാനോ അല്ലെങ്കിൽ ഇരിക്കാൻ താല്പര്യമുള്ളവർക്കൊന്നും ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടും ഉണ്ടാവാത്ത രീതിയിലാണ് ഇവിടുത്തെ ഗെയിംസും കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ നമുക്കും അതിൻ്റെ ഭാഗമാകാം, നമുക്കും കളിക്കാം. ഇതുപോലെ ചെറിയ രീതിയിൽ വർക്കൗട്ടും കാര്യങ്ങളൊക്കെ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് അതുമുണ്ട് ഇവിടെ. സത്യം പറഞ്ഞാൽ ഇതൊന്നും എനിക്ക് ചെയ്യാൻ അറിയത്തുമില്ല. ഇതൊന്നും ചെയ്യുന്ന എനിക്ക് വശമുള്ള കാര്യമല്ല. പിന്നെ നാസിയുടെ നിർബന്ധത്തിന് സത്യത്തിൽ കയറി നിൽക്കുന്നതാണ്. അല്ലാതെ എനിക്കിതൊന്നും ചെയ്യാനൊന്നും അറിയത്തില്ല. ഇതൊന്നും എനിക്ക് ചെയ്ത് വശവുമില്ല. പിന്നെ അവൻ പറഞ്ഞ് ഞങ്ങൾക്ക് കയറി ഇന്ന് ചെയ്യുമെന്ന് പറഞ്ഞപ്പം ഞാൻ ചെയ്യാൻ, അതിലെൻ്റെ ഇടത്തേക്കാലം മാത്രമേ അതിൽ അനങ്ങുന്നുള്ളൂ, വലത്തേക്കാലം അനങ്ങുന്നില്ല. എനിക്ക് കണ്ടാൽ മനസ്സിലാവും. ഇതുപോലെ നമുക്ക് എല്ലാവർക്കും തന്നെ വന്ന് ചെറിയ രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലം തന്നെയാണ്. പിന്നെ കൊല്ലത്തുള്ളവർക്കൊക്കെ, ആ ഭാഗത്തുള്ളവർക്കൊക്കെ ആണെങ്കിൽ വൈകിട്ട് വന്നിരുന്ന് ടൈം സ്പെൻഡ് ചെയ്യാനൊക്കെ പറ്റുന്ന നല്ലൊരു സ്ഥലമാണ്. ഇത് കണ്ടപ്പോൾ നിങ്ങളുമായിട്ട് നമുക്കൊന്ന് ഷെയർ ചെയ്യണമെന്ന് തോന്നുന്നു. അതുകൊണ്ടാണ്. കുട്ടികൾക്ക് കളിക്കാൻ പറ്റുന്ന സാധനമാണ് ബാക്കിൽ കാണുന്നത്. അത് കഴിഞ്ഞ് ചെറിയൊരു വർക്കൗട്ട് ചെയ്യുന്നൊരു സാധനമാണ് ഇത്. ഇതും സത്യം പറഞ്ഞാൽ എനിക്ക് ചെയ്യാൻ അറിയത്തില്ല. ചെയ്യാൻ വേണ്ടി ഞാനൊന്ന് ശ്രമിക്കുന്നുണ്ട്, പക്ഷെ നടക്കുന്നില്ല. കാരണം ഒന്ന് എനിക്കങ്ങനെ ഇപ്പോൾ ഇത്തിരി വെയിറ്റ് കൂടുതലാണ്, പിന്നെ ജോയിൻസിനൊക്കെ ഇത്തിരി പെയിൻ ഉണ്ട്. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ളതൊന്നും ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ നാസി ഇങ്ങനെ നിർബന്ധിക്കുമ്പോൾ
ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്ന് വിചാരിച്ചു. എന്നിട്ട് ഒരെണ്ണം എന്നെക്കൊണ്ട് അടിക്കാൻ പറ്റി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പക്ഷേ നാസിനേക്കാളും ബെറ്ററായിട്ട് ചെയ്യും കേട്ടോ. കാരണം അവനെന്ന് വെച്ചാൽ നമ്മുടെ പഴയ മിസ്റ്റർ ജൂനിയർ കൊല്ലമൊക്കെ ആണല്ലോ. നമ്മളതൊന്നുമല്ല, നമ്മൾ സാധാരണ ഒരു ഗ്രഹനാഥൻ. അപ്പോൾ നാസി താണ്ട ചെയ്യാൻ പോവാണ്. അവനിതൊക്കെ ചെയ്ത് നല്ല എക്സ്പീരിയൻസ് ഉണ്ട്. കാരണം നമ്മുടെ മിസ്റ്റർ ജൂനിയർ കൊല്ലമൊക്കെ ആയിരുന്നു പഴയ. അതുപോലെ തന്നെ വർക്കൗട്ടും കാര്യങ്ങളൊക്കെ മുടങ്ങാതെ ചെയ്തുകൊണ്ടിരുന്നതാണ്. ഇപ്പം എൻ്റെ കൂടെ കൂട്ടുകൂടിയതിന് ശേഷമാണ് വർക്കൗട്ടിനും കാര്യങ്ങൾക്കൊന്നും പോവാതായത്. വീണ്ടും ഞങ്ങൾ വർക്കൗട്ടിന് വേണ്ടി ഇറങ്ങണം എന്നാണ് ആഗ്രഹം. അപ്പോൾ അതിനുവേണ്ടി ഇങ്ങനെ നിൽക്കുകയാണ്. അത് കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് ഞങ്ങളിങ്ങനെ വെറുതെ ഒന്ന് നടക്കുകയാണ് നമ്മുടെ ആ പാർക്കിലൂടെ. അവിടുത്തെ കാഴ്ചകളും കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടി തന്നെ. അതായത് നമ്മൾ കുറേ നടന്നാലൊന്നും നമുക്ക് ആ കാഴ്ചകൾ കണ്ട് തീർക്കത്തില്ല കേട്ടോ. അതിൽ തന്നെ ഫുഡ് കഴിക്കാൻ പറ്റിയ കുറേ സ്ഥലങ്ങളുണ്ട്, നമുക്ക് ഇരിക്കാൻ പറ്റിയ സ്ഥലങ്ങളുണ്ട്. അങ്ങനെ നടക്കുന്ന കൂട്ടത്തിൽ ഞങ്ങളൊരു ചെറിയ കാഴ്ച കണ്ടത്. സാധാരണ ഇതാണെങ്കിൽ നമ്മൾ ഈ വെളിരാജ്യത്തൊക്കെ കണ്ടിട്ടുള്ളൊരു ബാത്റൂമാണ്, ടോയ്ലറ്റാണ്. ജെൻസിനും ലേഡീസിനും സെപ്പറേറ്റ് തന്നെയാണ്. ഇത് കണ്ടിട്ട് നാസിക്ക് ഭയങ്കര ചിരി വരുന്നു. നാസി അതിനെക്കുറിച്ച് ഇങ്ങനെ സംസാരിക്കുമായിരുന്നു. സത്യം പറഞ്ഞാൽ ഒരു ക്യാൻ എടുത്ത് ഇങ്ങനെ കീറി വെച്ചിരിക്കുന്നത് എങ്ങനെയാണ് അതുപോലെ ഇരിക്കും. ഇതിവിടെ ഞാൻ ഇങ്ങനെ വെറൈറ്റി ആയിട്ട് ഇപ്പോഴാണ് കാണുന്നത് കേട്ടോ. നമ്മൾ പുറം രാജ്യത്തൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കാണുന്നുണ്ട്, പക്ഷേ ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ഞാനിങ്ങനെ കാണുന്നത്. ഞാൻ പല സംസ്ഥാനത്തിലും പോയിട്ടുണ്ട്, പക്ഷേ അങ്ങനെ കണ്ടിട്ടില്ല. ഇത് നമ്മുടെ പഴയ നെഹ്റു പാർക്കാണ്. അതിൽ പഴയ ആ രീതിയിൽ തന്നെ മാറ്റങ്ങളൊന്നുമില്ല. പക്ഷേ ഇവിടുത്തെ ചെടിയും കാര്യങ്ങളൊക്കെ മാറിയിട്ടുണ്ട്. അതിൽ തന്നെ കുറേ കളർ മീൻസ് ഉണ്ടായിരുന്നു പണ്ട് ഇവിടെ. ഇപ്പോൾ അതൊന്നും കാണുന്നില്ല. തോടുകളെല്ലാം ഉണങ്ങി വറ്റി കിടക്കുകയാണ്. അതുപോലെ തന്നെ ചെടികളും ഒന്നുമില്ല. ഇതുപോലെ ആൾക്കാർക്ക് ഇരിക്കാൻ പറ്റിയ വിശ്രമ കേന്ദ്രങ്ങൾ മാത്രമേ ഇപ്പോൾ അവിടെ ഉള്ളൂ. പിന്നെ കുറച്ച് മാവിൻ ചുവട്ടിൽ ഇരിക്കാൻ പറ്റുന്ന രീതിയിൽ കുറച്ച് ഇത് കെട്ടിയിട്ടിട്ടുണ്ട് എന്നുള്ളതല്ലാതെ അവിടെ പിന്നെ പ്രത്യേകിച്ച് എനിക്കൊന്നും സത്യം പറഞ്ഞാൽ പഴയ ആ ഒരു ഫീൽ കിട്ടിയില്ല. പണ്ട് ഞങ്ങൾ ഇവിടെ വന്നിരിക്കുമ്പോൾ നല്ല സന്തോഷമായിരുന്നു. കാരണം കുറേ ചെടികളും കാര്യങ്ങളും ഉണ്ടായിരുന്നു. അന്ന് കുറേ ചേച്ചിമാരും ചേട്ടന്മാരൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അവരുമായിട്ടൊക്കെ സംസാരിച്ച് നല്ല കമ്പനിയായിരുന്നു പണ്ട് ഞങ്ങളിവിടെ വരുന്ന സമയത്ത്. എനിക്ക് ഈ കുട്ടികളുടെ ഇതുപോലുള്ള കാര്യങ്ങൾ കണ്ടു കഴിഞ്ഞാൽ എവിടെ ചെന്നാലും എനിക്ക് കയറാൻ തോന്നും കേട്ടോ. അത് നാസിക്ക് അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ ഞാൻ ഇതിൽ കയറിയതിന് ശേഷമുള്ള സംഭവം കാണാവേ. എന്താണ് അഭിനവ്? ഒന്നുകൂടെ സ്പീഡ് ഇറക്കാൻ. പാമ്പ് പിടിച്ചൊരു അബദ്ധത്തിൽ ചാടി കയറിയതാണ്. ഞാൻ സ്പീഡിലേക്ക് ഇറങ്ങി. ആഗ്രഹം തീർന്നോ? ഭാവമില്ല കെട്ടിപ്പിടിച്ചോണ്ടിരിക്കുക. ഇങ്ങോട്ട് വെക്ക്. കുഴപ്പം